ജനങ്ങൾ പ്രബുദ്ധരായിട്ട് ജനങ്ങൾ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നു. അത് ജനങ്ങളുടെ വിവേകത്തിനനുസരിച്ച് അവർ വിനിയോഗിക്കുന്നു. എന്നാൽ ഈ അടുത്ത നാളുകളായി പ്രത്യേകിച്ച് ഈ ഒരു ഫലപ്രഖ്യാപനത്തിന് ശേഷം നാം കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്. ചിലർ പ്രതീക്ഷിച്ചിരുന്ന റിസൾട്ട് ചില ഇടങ്ങളിൽ നിന്നും വരുന്നില്ല. അപ്പോൾ ആ ഇടങ്ങളിലെ ജനങ്ങൾക്ക് ചില ചാപ്പ കുത്തുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ തൃശ്ശൂർ തന്നെ. തൃശ്ശൂരിലെ ജനങ്ങൾ ഒരു വമ്പിച്ച ഭൂരിപക്ഷത്തിൽ, ഒരു 3/4 ലക്ഷത്തിനടുത്തുള്ള ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നു. അത് ഇന്ത്യയിൽ നിന്നും അദ്ദേഹം BJP കാൻഡിഡേറ്റ് ആയിട്ട് ജയിച്ച് പാർലമെന്റിലേക്ക് പോകുന്നു. പക്ഷേ അതിനുശേഷം ഈ ജൂൺ 4-ാം തീയതിക്ക് ശേഷം ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ തൃശ്ശൂരിലെ ജനങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളുടെ ഒരു പ്രളയം, അത് എഴുതുന്നത് പ്രത്യേക തരത്തിലുള്ള അല്ലെങ്കിൽ പ്രത്യേക ഒരു സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രത്യേക സോഴ്സിൽ നിന്ന് തന്നെയാണ് പലപ്പോഴും അത്തരം പോസ്റ്റുകൾ വരുന്നത്. ഏറ്റവും ഒടുവിൽ പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഇലക്ഷൻ കണക്ക്, തൃശ്ശൂരിലെ ഇലക്ഷൻ കണക്ക് എടുത്തു നോക്കുമ്പോൾ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിലൊക്കെ സുരേഷ് ഗോപിക്ക് വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്രൈസ്തവരെ തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ നാം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കർത്താവിന്റെ രൂപത്തെയൊക്കെ അപമാനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു തരത്തിലുള്ള ഒരു അസഹിഷ്ണുതയില്ലേ? പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ഫാസിസമാണ് അല്ലെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള അസഹിഷ്ണുതയാണ് എന്നൊക്കെ ഘോരം ഈ ഇലക്ഷന് മുമ്പ് ക്രൈസ്തവരെ ഓർമ്മിപ്പിക്കുന്ന അല്ലെങ്കിൽ ക്രൈസ്തവരുടെ മുന്നിൽ അത്തരം വീഡിയോകളൊക്കെ പലപ്പോഴും കൊണ്ടുവരുന്ന ആ ഒരു സോഴ്സുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള അസഹിഷ്ണുത നിറഞ്ഞ പോസ്റ്റുകൾ, ഒരു സമൂഹത്തെ, ഒരു നാടിനെ തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു ചിന്തകളുമായി ചിലർ സാമൂഹ്യ മാധ്യമങ്ങളിൽ കളം നിറഞ്ഞ് ആടുന്നത്. അത് കൃത്യമായിട്ടുള്ളൊരു അസഹിഷ്ണുത തന്നെയല്ലേ ഫാദർ റോയ് കണ്ണഞ്ചിറ? അത് അസഹിഷ്ണുത എന്ന് വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു പകയോടെയുള്ള ഒരു പ്രതികരണം പോലെ തോന്നിപ്പോവുകയാണ്. ഇവിടെ ഞങ്ങൾ മാത്രം ജീവിച്ചാൽ മതി, ഇവിടെ ഞങ്ങളുടെ മുഖം മാത്രം ഇവിടെ പ്രത്യക്ഷപ്പെട്ടാൽ മതി, ഇവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ മാത്രം ജയിച്ചാൽ മതി, ബാക്കിയുള്ളവരെല്ലാം ഞങ്ങളുടെ സ്വാധീനത്തിന്റെ അടിമകളായി, ഇരകളായി ജീവിച്ചാൽ മതി എന്ന് പറയുന്ന രീതിയിൽ ചിലരുടെ സോഷ്യൽ മീഡിയ അപ്പിയറൻസിലൂടെ, അവതരണത്തിലൂടെ തോന്നിപ്പോവുകയാണ്. ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തൃശ്ശൂരിലുള്ള ജനങ്ങൾ അവരുടെ ജനാധിപത്യമായ അവകാശം ഉപയോഗിച്ചു എന്നുള്ളതിന്റെ പേരിൽ അവരെ എന്തിനാണ് ഇത്രമാത്രം ആക്ഷേപിക്കുന്നത്? ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു ജനപ്രതിനിധിക്ക് തൃശ്ശൂരിൽ വിജയം ലഭിച്ചപ്പോൾ അത് എങ്ങനെയാണ് അവർക്ക് വിവരക്കേട് കൊണ്ട് ചെയ്തതാണ് എന്ന് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഇപ്പൊ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ ക്രൈസ്തവർ മാത്രമല്ലല്ലോ വോട്ട് ചെയ്തിട്ടുള്ളത്. സുരേഷ് ഗോപിയെ ഇഷ്ടപ്പെടുന്ന, വ്യക്തിപരമായി ഇഷ്ടപ്പെടുന്നവരുണ്ട്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്നവരുണ്ട്. അത് ഒരു ജനസമൂഹത്തിന്റെ ജനാധിപത്യപരമായ അവകാശവും സ്വാതന്ത്ര്യവുമാണ്. അത് ഉപയോഗിക്കാനായിട്ട് ഭരണഘടന അനുവദിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ജനാധിപത്യ അവകാശം ഉപയോഗിച്ച ഒരു സമൂഹത്തെ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിക്കുന്ന രീതി കാണുമ്പോൾ അത് കേരളത്തിലെ ഒരു പ്രത്യേക സമൂഹത്തിന് അത്തരത്തിലുള്ള ആക്ഷേപത്തിനോട് വലിയൊരു ആർത്തി ഉള്ളതുപോലെ തോന്നിപ്പോവുകയാണ്. ഇത് ഞാനിവിടെ ജോർജ് പറഞ്ഞ ആ ഒരു സോഷ്യൽ മീഡിയയിലെ ആ ഒരു ചിത്രം ഞാൻ കണ്ടിരുന്നു. അസീസ് കുന്നപ്പള്ളി എന്ന പേരിൽ ഉള്ള ഒരു ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് ഈശോയുടെ മുഖമെടുത്ത് സുരേഷ് ഗോപിയുടെ മുഖത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് മോർഫ് ചെയ്ത് അവതരിപ്പിച്ച് ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഏറ്റവും പവിത്രമായ പ്രാർത്ഥനാ പ്രയോഗങ്ങൾ ആക്ഷേപകരമായി അവതരിപ്പിച്ചിരിക്കുന്നു. അത് തികച്ചും പ്രതിഷേധാർഹമാണ്. എനിക്ക് ഈ അസീസ് കുന്നപ്പള്ളിയോട് ഒരു കാര്യം പറയാനുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേന്ദ്രത്തിൽ വാഴുന്ന താടിപ്പിതാവിനും ഈ പുത്രനും പിന്നെ പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ എന്നാണ്. ഞങ്ങളുടെ കത്തോലിക്ക ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും പരമമായ ഉറവിടമായ പരിശുദ്ധ ത്രിത്വത്തിന്റെ 3 വിശുദ്ധമായ നാമങ്ങളാണ് അസീസ് കുന്നപ്പള്ളി ഇവിടെ ആക്ഷേപകരമായ അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ക്രൈസ്തവ സമൂഹത്തിനും കേരളത്തിന്റെ മതേതര സ്വഭാവത്തെ ആദരിക്കുന്ന പൊതുസമൂഹത്തിനുമുള്ള അറപ്പും അകൽച്ചയും, ആ പദപ്രയോഗത്തോടുള്ള അകൽച്ചയും ഇവിടെ അസീസ് കുന്നപ്പള്ളിയോട് പരസ്യമായിട്ട് പ്രകടിപ്പിക്കാനായിട്ട് ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. പിന്നെ എനിക്ക് ഈ അസീസിനോട് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് 2 തരത്തിലുള്ള ഒരു ചിന്തയാണ് വന്നത്.
ഒന്ന്, ഈശോയുടെ മുഖം ഇങ്ങനെ സുരേഷ് ഗോപിയുടെ മുഖവുമായിട്ട് ചേർത്ത് വെച്ച് അവതരിപ്പിച്ചത് കണ്ടപ്പോൾ എനിക്ക് അസീസിനോട് ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. എനിക്ക് ഒരാഗ്രഹം തോന്നി. അസീസിന്റെ മുഖത്തും ഈശോയുടെ മുഖം ഇങ്ങനെ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത്തരത്തിലും കൂടി ഒന്ന് മോർഫ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടണമെന്നാണ് എനിക്ക് അസീസിനോട് പറയാനുള്ളത്. കാരണം ഈശോയെ ദൈവപുത്രനായി ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ എന്റെ ദൈവത്തിന് മുഖമുണ്ട് എന്ന് അസീസ് അംഗീകരിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ മുഖമുള്ള മനുഷ്യന്റെ മുഖമുള്ള ദൈവത്തെ അസീസ് സ്നേഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അസീസിന് ഈശോയെ ദൈവമായിട്ട് അംഗീകരിക്കാനും ആ മുഖം ഇഷ്ടപ്പെടാനും കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ മുഖം തന്നെ എടുത്ത് സുരേഷ് ഗോപിയുടെ മുഖവുമായിട്ട് ചേർത്ത് വെച്ച് കൊടുത്തതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എനിക്ക് അസീസിന്റെ മുഖവും അസീസിന്റെ കുടുംബാംഗങ്ങളുടെ മുഖവും ഒക്കെ ഈശോയുടെ ഈ മുഖത്തോട് ചേർത്ത് വെച്ച് അസീസ് ഇങ്ങനെ മോർഫ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് തരണം. അന്ന് മാത്രമല്ല, ഒരു ക്രൈസ്തവ വിശ്വാസി എന്നുള്ള നിലയിൽ ഈശോ പറഞ്ഞത് തന്നെയാണ് അസീസ് ചെയ്തിരിക്കുന്നത്. കാരണം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം, അസീസ് ബൈബിൾ എടുത്തൊന്ന് വായിക്കണം. അസീസിന്റെ ഒരു സഹോദരൻ കുറച്ചു കാലം മുമ്പ് ബൈബിൾ കത്തിച്ചു കളഞ്ഞായിരുന്നു. അദ്ദേഹത്തോട് ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പൊ അസീസ് ഒരു കാര്യം ചെയ്യണം, ഈ ബൈബിൾ എടുത്തൊന്ന് വായിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം 15-ാമത്തെ വചനം. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞു. അപ്പം എല്ലാവരുടെയും മുഖത്ത് ഈശോയുടെ മുഖം തെളിയണം എന്ന് എല്ലാ ക്രൈസ്തവരും ആഗ്രഹിക്കുന്നുണ്ട് അസീസെ. ഒപ്പം പിന്നെ ഒരു കാര്യം കൂടി ഈശോ പറഞ്ഞിരുന്നു. യോഹന്നാന്റെ സുവിശേഷം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 16-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നുണ്ട്, അസീസെ, ഈ തൊഴുത്തിൽ പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു എന്ന് ഈശോ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അസീസിന്റെ സഹായത്തോടെ വേണം നടക്കാനെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അസീസ് ഇതുപോലെ ഈശോയുടെ മുഖം എടുത്ത് ഓരോരുത്തർക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു ശുശ്രൂഷ അസീസ് ഏറ്റെടുത്തിരിക്കുന്നത് ഈ ഒരു കാലത്ത് നല്ലത് തന്നെയാണ്. അപ്പൊ സുരേഷ് ഗോപിയിൽ മാത്രമായിട്ട് അത് ഒതുക്കി കളയേണ്ട അസീസെ. അത് അസീസിന്റെ മുഖത്ത് വയ്ക്കാം, അസീസിന്റെ കുടുംബാംഗങ്ങളുടെ മുഖത്ത് വയ്ക്കാം. അങ്ങനെ ലോകം മുഴുവനും വരാനായിട്ട് വരുമെന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഒരു തുടക്കമായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ്. അപ്പൊ അസീസിനോട് ഞങ്ങൾക്ക് ക്രൈസ്തവ സമൂഹത്തിന് വളരെ നന്ദിയുണ്ട്. അപ്പൊ അസീസ് ഇപ്പൊ സുരേഷ് ഗോപിയിൽ തുടങ്ങിയല്ലോ, നല്ല കാര്യമാണ്. നാളെ തൊട്ട് അസീസിന്റെ പോരട്ടെ, അസീസിന്റെ മുഖത്ത് ഈശോയുടെ മുഖം വരട്ടെ. ഈശോയുടെ മുഖം അസീസിന്റെ മുഖത്ത് മാത്രമല്ല അസീസിന്റെ അകത്തും വരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അസീസിന്റെ മാത്രമല്ല, എല്ലാ മനുഷ്യന്റെയും അകത്ത് ഈശോയുടെ മുഖം വരണം അസീസെ. എന്നാലേ ഈ ലോകത്തിൽ മനുഷ്യനെ ദൈവത്തിന് തുല്യനായി ആദരിക്കുന്ന മനുഷ്യത്വത്തിന്റെ സുവിശേഷം ഇവിടെ നടപ്പിലാവുള്ളൂ അസീസെ. അതുകൊണ്ടാണ്. അപ്പോൾ അസീസിനോടുള്ള എന്റെ മറുപടിയാണിത്. അസീസ് ഇത് ചെയ്തു തരണം. സമയമുണ്ടല്ലോ. ഇപ്പൊ സുരേഷ് ഗോപിയുടെ മുഖം എങ്ങനെ ഈശോയുടെ മുഖമാക്കി എടുക്കാൻ മാത്രമൊക്കെയുള്ള സമയമുണ്ടല്ലോ സഹോദരന്. അപ്പൊ ആദ്യം ഇനി അടുത്ത സഹോദരന്റെ വരട്ടെ, എന്നിട്ട് നമുക്ക് ഓരോരുത്തരുടെ ഇങ്ങനെ അതൊരു ശുശ്രൂഷയായിട്ട് തന്നെ എടുത്തോളൂ കേട്ടോ. അപ്പൊ അത് ഈ ഇലക്ഷനോട് ബന്ധപ്പെട്ട് ഇങ്ങനെ ക്രൈസ്തവമായ ഞങ്ങളുടെ ബിംബങ്ങളെ ഇത്തരത്തിൽ രാഷ്ട്രീയമായ ഒരു ആക്ഷേപത്തിന്റെ കാരണമാക്കി മാറ്റാനാണ് അസീസ് ശ്രമിച്ചതെങ്കിലും അത് നല്ലൊരു തുടക്കമാവട്ടെ അസീസെ. നമുക്ക് ഒരുമിച്ച് ഈശോയുടെ ഈ സുവിശേഷം പ്രഘോഷിക്കാം കേട്ടോ. അപ്പൊ ഇതുപോലെ ഇനിയും നമുക്ക് കാണാൻ കഴിയട്ടെ, ഇതുപോലുള്ള പോസ്റ്റുകൾ ഇനിയും വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ജോർജ് പറഞ്ഞ കാര്യത്തിന് ഉള്ള എന്റെ മറുപടിയാണ് ഞാൻ അസീസിനോട് പറഞ്ഞത്. ഇത്തരത്തിൽ ക്രൈസ്തവർ അവരുടെ മൗലികമായ ജനാധിപത്യ അവകാശം അവരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജനപ്രതിനിധിക്ക് വോട്ടായിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെ അസീസിനെ പോലെയുള്ളവർ ആക്ഷേപിക്കുമ്പോൾ ഇവിടെ ഇത് മതപരമായ ഒരു വക്രീകരണം ഇവിടെ നടത്താനുള്ള ചിലരുടെ ദുരുദ്ദേശം കൂടി ഇവിടെ പ്രകടമാകുന്നുണ്ട്. അത് കേരളത്തിന്റെ ജനാധിപത്യ മനസ്സ് ഇഷ്ടപ്പെടുന്നില്ല. പകരം എല്ലാ മനുഷ്യർക്കും ജനാധിപത്യപരമായ അവകാശങ്ങൾ നേടിയെടുക്കാനും അത് വിനിയോഗിക്കാനുമുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു നാടായിട്ട് തന്നെ നമ്മുടെ കേരളം തുടർന്നു വരുന്നത് കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. അത് ഇനിയും തുടരും. അതിനെ ക്രൈസ്തവരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ തരത്തിലുമുള്ള ജനാധിപത്യപരമായ സംഘടിതമായ ഐക്യരൂപത്തോടു കൂടിയുള്ള മുന്നേറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ തോന്നുന്നത്.